UPSC ചുരുക്കപ്പട്ടികയ്ക്ക് പുറത്തു നിന്ന് DGPയെ നിയമിക്കാൻ സർക്കാർ ആലോചിക്കുന്നുവെന്നാണ് കിട്ടുന്ന വിവരം. അതിനായി സർക്കാർ നിയമോപദേശം തേടിയിരിക്കുന്നു. നേരത്തെ UPSC വന്ന ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേരുണ്ടായിരുന്നില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, അജിത് കുമാറിനെ DGP ആക്കാനാണ് ആ നിയമോപദേശം തേടൽ എന്നാരെങ്കിലും സംശയിച്ചാൽ പഴിക്കാമോ? അഷ്മി, സംസ്ഥാന പോലീസ് മേധാവിയായി പുതിയൊരാളെ നിയോഗിക്കുന്ന കാര്യത്തിൽ ചില അസാധാരണമായ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സർക്കാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് UPSC യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചുരുക്കപ്പട്ടിക UPSC സംസ്ഥാന സർക്കാരിന് മടക്കി അയച്ചത്. ആ UPSC ചുരുക്കപ്പട്ടികയിൽ 3 പേരുകാരാണ്. സംസ്ഥാനത്തെ DGP പദവിയുള്ള ഏറ്റവും മുതിർന്ന കേഡറായിട്ടുള്ള നിതിൻ അഗർവാൾ, റോഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടുള്ള നിതിൻ അഗർവാൾ, കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ, അതേപോലെ തന്നെ മൂന്നാമത് ഫയർഫോഴ്സ് മേധാവിയായിട്ടുള്ള യോഗേഷ് ഗുപ്ത എന്നീ 3 പേരുകാരായിരുന്നു. സംസ്ഥാന സർക്കാർ നേരത്തെ UPSCക്ക് അയച്ച 6 പേരുടെ പട്ടികയിൽ അതിനുശേഷം 3 പേർ കൂടിയുണ്ട്. അതിൽ പ്രത്യേകിച്ച് മനോജ് എബ്രഹാം, അദ്ദേഹമുണ്ട്, വിജിലൻസ് മേധാവിയായിട്ടുള്ള മനോജ് എബ്രഹാം ഉണ്ട്. അതേപോലെ തന്നെ 30 വർഷം സർവീസ് പൂർത്തിയാക്കി നിലവിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള സുരേഷ് രാജ് പുരോഹിത, MR അജിത് കുമാർ, ഈ 3 പേരുകാരാണ് സംസ്ഥാന സർക്കാരിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. നിലവിൽ ഈ പറയുന്ന നിതിൻ അഗർവാളിനോടോ റവാഡ ചന്ദ്രശേഖരനോടോ യോഗേഷ് ഗുപ്തയോടോ സംസ്ഥാന സർക്കാരിന്റെ കാര്യമായ താല്പര്യമില്ല. അതുകൊണ്ട് UPSC ചുരുക്കപ്പട്ടികയ്ക്ക് പുറത്തു നിന്ന ഒരാളെ സംസ്ഥാന പോലീസ് മേധാവിയാക്കി നിയമിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇതിനായി സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ UPSC പട്ടികയ്ക്ക് പുറത്തു നിന്ന് ഒരാളെ നിയമിക്കണമെങ്കിൽ അതിന് കാര്യമായ കാരണമുണ്ടാകണം. നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തെ മുതിർന്ന IPS കേഡർമാരായിട്ടുള്ള നിതിൻ അഗർവാൾ, അതേപോലെ തന്നെ റവാഡ ചന്ദ്രശേഖർ എന്നിവരുടെ സർവീസ് കാലാവധി 2026 ഓഗസ്റ്റ് വരെയാണ്. സ്വാഭാവികമായും അതായിരിക്കും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു താൽക്കാലിക DGPയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. യോഗേഷ് ഗുപ്തയോട്, ചുരുക്കപ്പട്ടികയിലെ 3-ാം പേരുകാരനായ യോഗേഷ് ഗുപ്തയോട് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യമില്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. മാത്രമല്ല, അദ്ദേഹത്തെ വിജിലൻസ് മേധാവി എന്ന പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റി ഫയർഫോഴ്സ് മേധാവിയാക്കിയപ്പോഴൊക്കെ വലിയ വിമർശനങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയാണെങ്കിൽ ആദ്യ 2 പേരുകാരെ പരിഗണിക്കാതെ, അല്ലെങ്കിൽ ആദ്യ 3 പേരുകാരെ പരിഗണിക്കാതെ സംസ്ഥാന സർക്കാർ പുറത്തുനിന്ന് ഒരു നിയമനത്തിന് നീക്കം നടത്തിയതിന് എത്രത്തോളം നിയമ പിൻബലം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നതിന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. UPയിലും പഞ്ചാബിലും അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ സാധാരണഗതിയിൽ അങ്ങനെ ഒരു നീക്കം നടത്തുകയും അതിന് UPSC കത്ത് മറുപടി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അക്കാര്യം UPSC അറിയിക്കുമ്പോൾ UPSC എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഈ UPSC കൈമാറിയിട്ടുള്ള ചുരുക്കപ്പട്ടികയിൽ സംസ്ഥാന സർക്കാരിന് കുറച്ചെങ്കിലും താല്പര്യമുണ്ടായിരുന്നത് റവാഡ ചന്ദ്രശേഖരനോടായിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയിലെ സെക്യൂരിറ്റി സെക്രട്ടറിയാണ് നിലവിൽ ഇപ്പോൾ ഡെപ്യൂട്ടേഷനിലാണ് റവാഡ ചന്ദ്രശേഖർ ഉള്ളത്. സ്വാഭാവികമായും റവാഡ ശങ്കറെ പരിഗണിക്കും എന്നുള്ളതായിരുന്നു നമ്മൾ ഈ ചുരുക്കപ്പട്ടികയൊക്കെ വന്നപ്പോൾ കരുതിയിരുന്ന കാര്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ ചില പുതിയ നീക്കങ്ങളിലേക്ക് കടക്കും. നേരത്തെയും സംസ്ഥാനത്തെ പോലീസ് മേധാവി നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കേസൊക്കെ TP സെൻകുമാറിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ നീക്കങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും അത് സംസ്ഥാന സർക്കാരിന് തലവേദനയാകും. ആ തലവേദന അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പക്ഷേ ചുരുക്കപ്പട്ടികയ്ക്ക് പുറത്തു നിന്ന് ആദ്യം പരിഗണിക്കപ്പെടുക മനോജ് എബ്രഹാം ആകാം എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ മറ്റു താല്പര്യങ്ങളുടെ പുറത്താണ് നമുക്ക് പറയാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിന് നിലവിലത്തെ ചുരുക്കപ്പട്ടികയിലുള്ള 3 പേരോടും താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് പട്ടികയ്ക്ക് പുറത്തു നിന്ന് മറ്റാരെങ്കിലും അക്കാര്യത്തിൽ വിശദമായ നിയമോപദേശം സംസ്ഥാന സർക്കാർ തേടിയ ശേഷം മാത്രമായിരിക്കും തീരുമാനമുണ്ടാവുക. ഏതായാലും വരുന്ന അത് സാധാരണമാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഞാൻ ചോദിച്ചതുപോലെ ഇപ്പോൾ MR അജിത് കുമാറിനെ DGP ആക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയായിരുന്നു യഥാർത്ഥത്തിൽ UPSCയുടെ ചുരുക്കപ്പട്ടിക. അപ്പോൾ ആ തിരിച്ചടി മറികടക്കാനുള്ള നീക്കം എന്നാരെങ്കിലും വ്യാഖ്യാനിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ഷഫീദ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ആ നീക്കത്തിന് സംസ്ഥാന സർക്കാർ ശ്രമിച്ചതിന് ഏറ്റവും പ്രധാന തെളിവായിരുന്നു ഈ ADGP 30 വർഷം സർവീസ് പൂർത്തിയാക്കി ADGP റാങ്കിലുള്ളവരെ കൂടി പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അതിനായി സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് അനിൽകാന്ത് പോലീസ് മേധാവി ആയതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ UPSC ആ ആവശ്യം അംഗീകരിച്ചില്ല. UPSC ആവശ്യം തള്ളിക്കൊണ്ടാണ് ആദ്യ 3 പേരുകാരുടെ പേരുൾപ്പെടുത്തിക്കൊണ്ട് ചുരുക്കപ്പട്ടിക മടക്കി അയച്ചത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം അക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം അത് ഈ 3 പേരുകാർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നീ 3 പേരുകൾ അത് സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള പേരുകളല്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചന. പക്ഷേ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ അതൊരു അസാധാരണമായ നീക്കമാകും. UPSC അടക്കം നിലപാട് അക്കാര്യത്തിൽ നിർണായകമായി മാറുകയും ചെയ്യും. ഹാഷ്മി.